അതുകൊണ്ട് നിന്റെ അനിയൻ കാണും. ഇവിടെ തേച്ച് വെച്ചിരുന്ന ഷർട്ട് പാസ് കാണുന്നല്ലോ. എന്റെ വീട്ടിലേക്ക് പോവാ. ഹലോ, അങ്ങനെ ഉപ്പുമുളകിലത്ത് സംഭവിക്കുന്നു. അതേ കൂട്ടുകാരൻ, നമ്മുടെ സിദ്ധു കുഴപ്പളത്തേക്ക് പോകുന്നു. എന്താ കാര്യമൊന്നല്ലേ, നമ്മൾ കുറെ ദിവസം കേൾക്കുന്നു പോകുന്നു. പക്ഷേ ഇന്ന് ശരിക്കും പോകുന്നുണ്ടേ. വേറെ ഒന്നുമല്ല, നമ്മുടെ സിദ്ധുവിന്റെ സകലമാന സാധനങ്ങളും സിദ്ധു ഇടാൻ വേണ്ടി എടുത്തു വെക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കും, ഒന്നും കാണത്തില്ല. ലാസ്റ്റ് സിദ്ധുവിന് ക്ഷമ കെട്ട് കലികെട്ടാട്ടോ സിദ്ധു എല്ലാം കെട്ടി പാക്ക് ചെയ്ത് കുഴപ്പളത്തോട്ട് പോകുന്നത്. അപ്പൊ സിദ്ധു ഇങ്ങനെ ഒരുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കേശുവളിയൻ തന്നെയാണ്. സിദ്ധു ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരു ഷർട്ട് തേച്ച് വെക്കും, അപ്പൊ തന്നെ കേശുവളിന് അതെടുത്തിടും. ഒരു പാന്റ് തേച്ച് വെക്കും, അപ്പൊ തന്നെ കേശുവളിന് അതെടുത്തിടും. ഒരു ഷൂ എടുത്ത് വെക്കും, അപ്പൊ തന്നെ കേശുവളിന് അതെടുത്തിടും. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് വെക്കും, എല്ലാം കേശുവളിന് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ സിദ്ധുവളിയൻ ലാസ്റ്റ് പറയുന്നുണ്ട്, ലച്ചു ചോദിക്കുന്നുണ്ട്, സിദ്ധു നിന്റെ സാധനങ്ങൾ വേറെ ആരെടുക്കാൻ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സിദ്ധുവളിൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തപ്പി നടക്കുന്നത് കാണുമ്പോഴേ അപ്പൊ സിദ്ധുവളിയൻ പറയുന്നുണ്ട്, വേറെ ആരും അല്ല, നിന്റെ ആങ്ങള തന്നെയാണ് എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പത്തേക്ക് നമ്മുടെ കേശു ഒരു വരവുണ്ട്. നമ്മുടെ സിദ്ധുവിന്റെ ഷർട്ടും പാന്റും ഷൂസൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച ഒരു ഫ്രീക്ക് ലുക്കിൽ ഒരു വരവുണ്ട്. അപ്പൊ നമ്മുടെ ശിവാനി ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. ശിവാനി പറയുന്നുണ്ട്, എടാ നിനക്ക് ലേശം ഉളുപ്പ്, ഒരിത്തിരി നാണവും മാനവും ബാക്കിയില്ലേ, നീ അളിയൻ ഇങ്ങനെ ടോസാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ കേശുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല, വർത്താനവും വാക്കുകളും ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധോളിയും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് പോകുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ലച്ചു. അപ്പോ അയ്യോ പോകല്ലേ സിദ്ധു എന്നൊക്കെ പറഞ്ഞ് പിന്നീന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സിദ്ധോളിയെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.